ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അവിടെ സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ വീഡിയോ ഇന്നത്തെ കോവയ്ക്ക പറിക്കലാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിന് കോവയ്ക്ക, കോവൽ എന്നൊക്കെയാണ് കേട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താ പറയുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പല നാട്ടിലും പലതല്ലേ പറയുക. അപ്പോൾ അതുകൊണ്ട് ചിലവർക്ക് ഇതെന്താ സാധനം എന്ന് പോലും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പം നമുക്കിന്ന് ഒത്തിരി കോവയ്ക്ക പറിക്കാൻ കിട്ടി കേട്ടോ. പക്ഷേ ചെടിയിൽ ഒത്തിരി ഉണ്ടെങ്കിലും നമ്മൾ പറിച്ചത് കുറച്ചാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് കുറച്ചേ കറിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ കറിക്ക് ആവശ്യമുള്ളത് പറിക്കാം, ബാക്കി ചെടിയിൽ തന്നെ നിർത്താം എന്നായിരുന്നു. എൻ്റെ കൈ കാണുന്നുണ്ട് സൈഡിൽ. കാരണം അമ്മ പറിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. ഒത്തിരി കോവയ്ക്ക് ഇങ്ങനെ വിളഞ്ഞ് കിടക്കുവാണ് കേട്ടോ. വള്ളി പടർന്നിങ്ങനെ ഒരുപാട് കോവയ്ക്കകൾ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ഇങ്ങനെ അതിൽ നിന്ന് അമ്മ ഇങ്ങനെ വലിയ വലിയ കോവയ്ക്കകൾ ഇങ്ങനെ പറിക്കുകയാണ് കേട്ടോ. നല്ല ഉരുണ്ട് നല്ല തുടുത്ത കോവയ്ക്കകൾ കേട്ടോ. ഒന്നും അങ്ങനെ കേടായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല കോവയ്ക്കകളായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറിക്കുന്നത് ഞാനിങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുത്തപ്പോൾ എൻ്റെ കൈ അതിൽ പെട്ടുപോയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വഴിയെ പോകുന്ന ചേച്ചിമാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അമ്മ സൈഡിലേക്ക് നോക്കിയത് കേട്ടോ. അങ്ങനെ അവരായിട്ട് കുറച്ച് നേരം കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും ഞങ്ങൾ കോവയ്ക്ക പറിക്കാൻ തുടങ്ങി. ഒത്തിരി കോവയ്ക്ക ഉള്ളത് കൊണ്ട് തന്നെ ഫുള്ള് പച്ചപ്പാണ് അവിടെ. അപ്പോൾ ഏതാ കോവൽ ഏതാ ചെടി എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കോവയ്ക്ക പറിച്ചു. കുറേ കോവയ്ക്കകൾ ഞങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഒരെണ്ണം ഞാൻ കണ്ടുപിടിക്കുമ്പോൾ ഒരു ഭാഗത്ത് അമ്മ കണ്ടുപിടിക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പറിക്കലായിട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ ഓരോന്നോരോന്ന് സൂക്ഷിച്ച് പറിക്കുക. കാരണം ആ ചെടി നമ്മുടെ പേരമരത്തിനോട് ഇങ്ങനെ ചേർന്ന് പടർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഉയരങ്ങൾക്ക് അതിങ്ങനെ പടർന്നു പോയത് കൊണ്ടും പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് പറ്റുന്ന ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് കോവയ്ക്ക ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനായിട്ടുള്ളത്, എൻ്റെ സൗണ്ടിൽ ചിലപ്പം ബ്രീത് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലം, അതുപോലെ തന്നെ പറയുമ്പോൾ ചെറിയ കിതപ്പൊക്കെ ഉണ്ടാവും. കാരണം എനിക്ക് നല്ലപോലെ പനിയും ജലദോഷവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതിലാണ് കേട്ടോ. അതൊന്നും നിങ്ങൾ എന്തായാലും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കും കോവൽ പറിക്കണം, എനിക്കും പറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ പറിച്ചോളൂ മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അങ്ങനെ ഒത്തിരി നേരം പറിച്ചു കേട്ടോ കോവൽ. പക്ഷേ കോവയ്ക്ക പറിക്കാൻ നേരം നമ്മൾ ആ സമയത്തുള്ള വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനും പറിക്കാൻ കൂടി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഞാനും പറിക്കുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം ഞാൻ പറിച്ചു. അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. അമ്മയെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അമ്മയുടെ വീഡിയോസ് എല്ലാം നല്ല ഇഷ്ടമായിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ തുടക്കക്കാരായത് കാരണം അതിൻ്റെ കുറച്ച് പ്രോബ്ലംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. നെക്സ്റ്റ് ടൈമിലുള്ള വീഡിയോസുകൾ ഞങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിട്ട് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വോയിസ് ഓവർ കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എടുക്കുന്ന സമയം പകലാണ്. നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വണ്ടികൾ പോകും, ബസ്സും കാര്യങ്ങളും കാറും ഒക്കെ പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്കത് നോയ്സ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒന്നും കേൾക്കത്തില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല, ഞങ്ങൾ കൊച്ചു വർത്താനം പറഞ്ഞിട്ട് ഭയങ്കര തമാശയാണ് കേട്ടോ. അപ്പോൾ അതും കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ വണ്ടികളുടെ സൗണ്ട് ആയതുകൊണ്ട് ചെറുതായിട്ടൊരു ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് അമ്മേ ഞാൻ കണ്ടുപിടിച്ചേന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്ന സന്തോഷമാണ് കേട്ടോ. അവിടെ കണ്ടപ്പോൾ ഇവിടെ കണ്ടു, ഇവിടെ കണ്ടപ്പോൾ അവിടെ കണ്ടു, അങ്ങനെ മൊത്തത്തിൽ കണ്ടുപിടിച്ചതിൻ്റെ ഒരു സന്തോഷമാണ് ആ കാണുന്നത് കേട്ടോ. കോവയ്ക്കത്തോരൻ മിക്ക ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിനും അമ്മയ്ക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും കോവൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ നട്ട് വളർത്തണം, നട്ട് പിടിപ്പിക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മേ ഞാൻ വേറെ കണ്ടുപിടിച്ചു, ഞങ്ങൾ പോകാം മതി, ഇത്രത്തോളം മതി, നമുക്ക് തോരനുള്ളതായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ നേരം ഞാൻ ഓരോന്ന് കണ്ടുപിടിക്കും. അമ്മ അത് പറിക്കാൻ വേണ്ടി പോകും, പാവം അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇപ്പം തന്നെ എന്തായാലും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.
ഇതാണ് ഞങ്ങളുടെ പറമ്പിൽ നിന്നും പറിച്ച കോവയ്ക്ക. മോള് പറയുന്നത് കൊണ്ടാണ് ഞാനൊന്നും ഇതുവരെ മിണ്ടാത്തത്.